മലയാളത്തിന്റെ മഹാനടൻ ലാലേട്ടന്റെ ഏറ്റവും പുതിയ സിനിമ ചിത്രീകരണം ആരംഭിച്ചു. രതീഷ് രവിയുടെ തിരക്കഥയിൽ തരുൺ മൂർത്തിയാണ് സംവിധാനം. ഈ സിനിമയ്ക്ക് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഇഷ്ക് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ആ സിനിമയുടെ തിരക്കഥാകൃത്തായ രതീഷ് രവി ഒരു പുതിയ കഥയും തിരക്കഥയും തയ്യാറാക്കുന്നു. കഥ രൂപപ്പെട്ടു വന്നതു മുതൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ കഥാപാത്രത്തിന് ഷൈൻ ടോം ചാക്കോയുടെ മുഖമായിരുന്നു. തുടർന്ന് ആ തിരക്കഥ പൂർത്തിയാക്കുന്നു. ഷൈൻ ടോം ചാക്കോയുടെ കുറിപ്പും ഭീഷ്മപർവവും എല്ലാം കഴിഞ്ഞ് ഏറെ തിരക്കിൽ നിൽക്കുന്ന സമയം. പക്ഷെ പല കാരണങ്ങളാൽ ഈ തിരക്കഥ ഒരു പ്രൊജക്റ്റായി മാറിയില്ല. അതിനു പകരം രതീഷ് രവിയും ഷൈൻ ടോമും ചേർന്ന് മറ്റ് സിനിമകൾ ചെയ്യുന്നു. അങ്ങനെ പോകവേ ഈ തിരക്കഥ രതീഷ് രവി ഫഹദ് ഫാസിലിനെ കേൾപ്പിക്കുന്നു. കേട്ട് കഴിഞ്ഞ ഉടനെ നായകന്റെ റോളും നിർമ്മാണവും ഞാൻ ചെയ്യാമെന്ന് ഫഹദ് ഫാസിൽ ഉറപ്പു പറയുന്നു. പക്ഷെ മറ്റ് ചില സിനിമകളുടെ തിരക്ക് മൂലം ഈ പ്രൊജക്ട് വീണ്ടും മാറിപ്പോകുന്നു. ആസിഫ് അലി, പൃഥ്വിരാജ് തുടങ്ങിയ നടന്മാർ ഈ തിരക്കഥയ്ക്ക് ഓക്കെ പറയുന്നു. സാങ്കേതിക കാരണങ്ങളാൽ അതും നടന്നില്ല. പക്ഷെ വിധി അതൊന്നുമായിരുന്നില്ല. നിർമ്മാതാവ് ആഷിഖ് ഉസ്മാനും രതീഷ് രവിയും മോഹൻലാലിനെ കാണുന്നു. സംസാരത്തിനിടയിൽ ഈ കഥ പറയുന്നു. ലാലേട്ടന് കഥയും കഥാപാത്രവും ഒരുപാട് ഇഷ്ടമാവുന്നു. പിന്നെ അതിവേഗതയിൽ പ്രൊജക്റ്റ് ആവുന്നു. സൂപ്പർ ഹിറ്റ് സംവിധായകൻ തരുൺ മൂർത്തി ഈ സിനിമയുടെ സംവിധായകനായി എത്തുന്നു. സിനിമ ഒരു മാജിക് ആണ്. പല കഥകൾക്ക് മുന്നിലും പല മായാജാലങ്ങളും സംഭവിക്കുന്നു. അതുപോലൊരു മായാജാലം, അതെ, അതിനായി കാത്തിരിക്കുന്നു L366 എന്ന സൂപ്പർ ഹിറ്റ് മോഹൻലാൽ തരുൺ മൂർത്തി സിനിമയ്ക്കായി.